ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നടന്ന UPSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ബയോളജി ഭാഗത്തെ ക്വസ്റ്റ്യൻസാണിത്. അപ്പോൾ ഇതിൽ 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? ഇപ്പോൾ നമ്മൾ കോവിഡ് വാക്സിൻ്റെ എല്ലാ പേരും മുൻപേ കേട്ടതാണ്. കോവാക്സിൻ, കോവിഷീൽഡ്, അതേപോലെ സ്പുട്നിക് 5 ആണ്. ആ വാക്സിനേഷനൊക്കെ നമ്മൾ മുൻപേ കേട്ടതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പുതിയത് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് വരിക. നോവ വാക്സ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 39. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26 പ്രാധാന്യം എന്ത്? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പെട്ടെന്ന് അറിയില്ലെങ്കിലും ബാക്കിയുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസറിലെത്താൻ പറ്റും. നമ്മൾ എന്താ പറയുക, മുൻപേ പറയുന്ന ഒരു കോഡ് അല്ലേ, വനജയുടെ കാലിൽ ക്ഷയം എന്നും പറഞ്ഞ് പഠിക്കുന്നതാണ്. മാർച്ച് 21 വനദിനം. മാർച്ച് 22 വനജേൻ്റെ വരുമ്പം ജലദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനമാണ്. 24 എന്ന് പറയുന്നത് ക്ഷയദിനം. അപ്പോൾ വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറഞ്ഞ് നമ്മൾ ആ 4 ഡേറ്റ് ഇങ്ങനെ മാർച്ച് 21, 22, 23, 24 പഠിക്കുന്നതാണ്. പിന്നെ ഓപ്ഷൻ ഡി പരിസ്ഥിതി ദിനം നമുക്കറിയാം അല്ലേ, ജൂൺ 5 ആണ്. അങ്ങനെ നോക്കുമ്പം ഇതിൽ വരാത്തൊരു ആൻസർ ഏതാണ്? ഓപ്ഷൻ സി വരും, കണ്ടൽ ദിനം അല്ലേ. കണ്ടൽ കാട് സംരക്ഷിക്കുന്ന ദിനമാണെന്ത്? ജൂലൈ 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല. നമുക്കറിയാം, പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുക, മസിലും ബോണും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നായുക്കൾ. അപ്പോൾ അവിടുത്തെ ആൻസർ എന്താണ്? ടെൻഡനുകളാണ് ആൻസർ അല്ലേ. സ്നായുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലേ, സ്നായു എന്ന് പറയുമ്പം നായ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ കേൾക്കുക. അപ്പോൾ നായ എപ്പോഴും അസ്ഥിക്ക് വേണ്ടി അടികൂടുന്ന ആൾക്കാർ. അപ്പോൾ 2 അസ്ഥി ചേരുന്നതാണ് സ്നായു. അസ്ഥികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് സ്നായു, അസ്ഥീനെ പേശിയുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസെറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇത് ശരിക്കൊരു +1 ലെവലിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്. +1 തന്നെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ബോട്ടണി ഭാഗത്തുള്ള ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫംഗസിന് ശരിക്കും നമ്മൾ 4 ഗ്രൂപ്പാക്കിയിട്ടാണ് തരംതിരിക്കുക. ഫൈക്കോമൈസെറ്റുകൾ, ആസ്കോമൈസെറ്റുകൾ, ബസിഡിയോമൈസെറ്റുകൾ, ഡ്യൂട്ടീറോമൈസെറ്റുകൾ എന്നും പറഞ്ഞാണ് 4 ഗ്രൂപ്പാക്കി തരംതിരിക്കുക. ഇതിൽ റൈസോപ്പസ്, ആൽബുഗോ, മ്യൂക്കർ എന്നിവ ഫൈക്കോമൈസെറ്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, പെനിസിലിയം ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ആസ്കോമൈസെറ്റിൽ വരുന്ന ഫംഗസാണ് പെനിസിലിയം. അവരെ നമ്മൾ സാക്ക് ഫംഗസുകൾ എന്ന് പറയാറുണ്ട്. ആ പെനിസിലിയം വരുന്ന ഈ ഗ്രൂപ്പ് തന്നെയാണ് ഏകകോശമുള്ള ഫംഗസായ ഈസ്റ്റ് ഉൾപ്പെടുന്നതും ആസ്കോമൈസെറ്റിലാണ്. ഇനി ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏത്? ഹരിതകണം, ക്ലോറോപ്ലാസ്റ്റിൻ്റെ കുറേ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ഗ്രാന, സ്ട്രോമ ഒക്കെ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ വർണ്ണവസ്തുക്കളായിട്ടുള്ള ക്ലോറോഫിൽ, ഹരിതകം ഒക്കെ കാണപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്, ഗ്രാനയിലാണ് കാണപ്പെടുന്നത്. പ്രകാശത്തിൻ്റെ ആദ്യഘട്ടമായ പ്രകാശഘട്ടം അല്ലേ, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ആദ്യഘട്ടം, പ്രകാശഘട്ടം നടക്കുന്ന ഘട്ടം ഗ്രാനയാണ്. അപ്പോൾ പ്രകാശത്തിന് ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണവസ്തുക്കൾ കാണപ്പെടുന്നത് എവിടെയായിരിക്കണം? ഗ്രാനയിലായിരിക്കണം. പിന്നെ ഇരുണ്ട ഘട്ടം നടക്കുന്ന ഭാഗമാണ് എന്ത്? സ്ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ. ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ് ലോമികളെ ഏതു പേരിൽ അറിയപ്പെടുന്നു? ചെറുകുടലിലേക്കാണ് ആഹാരത്തിൻ്റെ ആഗിരണം നടക്കുന്നത് എന്നറിയാം അല്ലേ. ആഗിരണം നടക്കുന്നത് പ്രധാനമായിട്ടും ഒന്നുകിൽ രക്തത്തിലേക്ക് അല്ലെങ്കിൽ ലാക്റ്റിയലിലേക്കാണ്. ദഹിച്ച ആഹാര സാധനത്തിലുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ രക്തലോമികകളിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. അത് ജലത്തിൽ പെട്ടെന്ന് ലയിക്കുന്നതുകൊണ്ടാണ്. ജലത്തിൽ ലയിക്കാത്ത ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യപ്പെടുന്നത് ലിംഫ് ലോമികകളിലേക്കാണ്. അതിനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ദഹനത്തിനെ പറ്റിയുള്ള പാഠഭാഗത്ത് ലാക്റ്റിയൽ എന്നും പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ലിംഫ് ലോമികകൾ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ലാക്റ്റിയലുകൾ. അതിലേക്കാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യപ്പെടുക. ഇനി ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? നമ്മളിപ്പോൾ ഒരു ക്രോമസോമിൽ ജീനിൻ്റെ സ്ഥാനം നോക്കുന്നതാണ് ശരിക്കും ജീൻ മാപ്പിംഗ് അല്ലെ. DNA ജീനിൻ്റെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അതാണ് ജീൻ മാപ്പിംഗ്.
അപ്പം ഇവിടെ വരേണ്ട ആൻസർ എന്താ? ജീൻ തെറാപ്പി എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും ജീൻ ചികിത്സയാണ് അല്ലേ? തകരാറുള്ള ജീൻ എവിടെയെന്നൊക്കെയുള്ള ജീൻ ചികിത്സയാണ്. അപ്പോൾ ഇതിൽ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി ആണ് DNA പ്രൊഫൈലിംഗ്. DNA പ്രൊഫൈലിങ്ങിൻ്റെ വേറെ പേരാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് നമ്മൾ പറയുന്ന അലക് ജെഫ്രി കണ്ടുപിടിച്ച DNA പ്രൊഫൈലിംഗ്. അപ്പോൾ അതാണ് നമ്മളെല്ലാവരെയും DNA നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ DNA നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡുകൾ. അപ്പോൾ ആ ന്യൂക്ലിയോടൈഡിൻ്റെ ക്രമീകരണത്തിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അത് വെച്ചിട്ടാണ് ഓരോരുത്തരെയും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യേൻ്റെ പേരാണ് DNA പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്നാണ് പറയാം. അപ്പം എയും സിയും മാറിപ്പോവരുത്. ജീനിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത് ജീൻ മാപ്പിംഗ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം DNA എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് പറയുന്ന പേരാണ് DNA പ്രൊഫൈലിംഗ്. ഇനി മനുഷ്യൻ്റെ ആദ്യ പാലിൽ കൊളസ്ട്രം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിനെ പറ്റി പഠിച്ചതാണ്. ആൻറ്റിബോഡികൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള രക്തകോശം നോക്കുകയാണെങ്കിൽ ശ്വേതരക്താണു WBCനെ തന്നെ അല്ലേ, അതിൻ്റെ ഒരു തരമാണ് ലിംഫോസൈറ്റ് എന്ന് പഠിച്ചു. ലിംഫോസൈറ്റിനെ തന്നെ B ലിംഫോസൈറ്റ് എന്നും T ലിംഫോസൈറ്റ് എന്നും തരംതിരിക്കുന്നുണ്ട്. അതിൽ B ലിംഫോസൈറ്റുകളാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ അഥവാ ആൻറ്റിബോഡീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ആൻറ്റിബോഡികൾ പലതരത്തിലുണ്ട്. അതിൽ A എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ A ആണ് കൊളസ്ട്രം അല്ലേ? ബ്രസ്റ്റ് മിൽക്കിലുള്ള ആദ്യത്തെ മിൽക്കാണ് കൊളസ്ട്രം. അതിൽ നിന്ന് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അതിൽ കൂടെ കിട്ടുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ A. ആലോചിച്ച് വെക്കാൻ എളുപ്പം നമ്മൾ പറഞ്ഞാണ്. കൊളസ്ട്രം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ പാലൊക്കെ ഒരു അമ്മയാണ് കുഞ്ഞിന് കൊടുക്കുക. അപ്പോൾ അമ്മ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അമ്മേൻ്റെ A അല്ലേ വെച്ചിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ A കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ പ്ലാസൻ്റയിൽ കൂടെ കിട്ടുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ G. അപ്പോൾ നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി G എന്നൊക്കെ പറയുമ്പോൾ ഒരു അല്ലേ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് G കണക്ട് ചെയ്ത് വെച്ച് ഓർമ്മയില്ലേ? അപ്പോൾ കൊളസ്ട്രത്ത് കൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് കിട്ടുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ A. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ UPSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിനൊക്കെ ബേസ് ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 41ാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ ഒരു +1 ലെവലിലെ ഫംഗസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഭാഗത്ത് നിന്നുള്ളത് ചിലപ്പം ബുദ്ധിമുട്ടിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കിയൊക്കെ പൊതുവേ ഒരു ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആണ്, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.